ഫിസിക്സിൻ്റെ 4ാമത്തെ പാഠഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 പാഠഭാഗങ്ങൾ നിങ്ങൾ വൃത്തിയായി പഠിച്ചു. അതിൽ വന്നതെല്ലാം വൈദ്യുതിയും കാന്തികതയും, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആയിരുന്നു കൂടുതലും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പ്രകാശത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം വളരെ രസകരമാണ്, വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ പാഠഭാഗം മനസ്സിലാക്കാം. നമുക്ക് അറിയാം, കാഴ്ച എന്ന് പറയുന്ന അനുഭവം. നമ്മളൊരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ഇപ്പം ഞാൻ തന്നെ ഒരു പേന എൻ്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു. എന്നെ സഹായിക്കുന്നത് പ്രകാശം എന്ന ഊർജ്ജ രൂപമാണ്. കാരണം പ്രകാശം ഈ പേനയിൽ തട്ടി പ്രതിപതിച്ച് എൻ്റെ കണ്ണിലേക്ക് എത്തുമ്പോഴേ ഞാൻ ഈ വസ്തുവിനെ കാണുന്നുള്ളൂ. അപ്പോൾ പ്രകാശത്തിൻ്റെ പ്രതിപതനമാണ് കാഴ്ചയെ സഹായിക്കുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പ്രകാശത്തിൻ്റെ പ്രതിപതനത്തിൽ ഉണ്ടാകുന്ന ദിശാവ്യതിയാനങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന നിയമങ്ങളും ഉണ്ട്. പതനരശ്മി അവിടെ കാണിച്ചിട്ടുണ്ട്, പ്രതിപതനരശ്മി കാണിച്ചിട്ടുണ്ട്. പതനരശ്മി വന്നു പതിക്കുന്ന ബിന്ദുവിൽ നിന്ന് ഒരു ലംബം മുകളിലേക്ക് 90 ഡിഗ്രിയിൽ പോകുന്നത് നമ്മൾ കണ്ടു. എന്തിനാണ് അവിടെ അങ്ങനെ ഒരു ലംബം നമ്മൾ വരച്ചത്? പതനകോണും പ്രതിപതന കോണും എത്ര ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഒരു ലംബം അവിടെ വരച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മോഡലൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ? ശ്രദ്ധിക്കൂ എല്ലാവരും. ഇവിടെ നോക്കൂ, ഞാനിവിടെ 3 ചന്ദനത്തിരികൾ ഉപയോഗിച്ച് അതിൻ്റെ മോഡലൊന്ന് ചിത്രീകരിക്കുകയാണ്. ഈ വരുന്ന രശ്മിയെ പതനരശ്മി എന്നും തിരിച്ചു പോകുന്നതിനെ പ്രതിപതന രശ്മി അഥവാ റിഫ്ലക്റ്റഡ് റേ എന്നും, ഈ പതിക്കുന്ന ബിന്ദുവിൽ നിന്ന് 90 ഡിഗ്രിയിലേക്ക് ഒരു സാങ്കല്പിക രേഖ അഥവാ നോർമൽ നമ്മൾ കാണിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പതനരശ്മിയും നോർമലും തമ്മിലൊരു ആംഗിൾ രൂപപ്പെടുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കി എല്ലാവരും. ആ ആംഗിളിന് നമ്മൾ പറയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഥവാ പതനകോൺ എന്ന് പറയും. എന്നാൽ അപ്പോൾ ഇവിടെ റിഫ്ലക്റ്റഡ് റേ ഉണ്ടാകുന്നുണ്ടല്ലോ, അത് നമ്മൾ കണ്ടല്ലോ. ആ റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുണ്ടാകുന്ന ആംഗിൾ എന്തായിരിക്കും? അതെ, ശരിയാണ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, പ്രതിപതന കോൺ. ഈ 2 കോണും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. പതനകോണും പ്രതിപതന കോണും തുല്യമാണ്. ഇതാണ് പ്രകാശം പ്രതിപതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട നിയമങ്ങളിൽ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന്. അപ്പോൾ പതനകോണും പ്രതിപതന കോണും ഈക്വലാണ്. മനസ്സിലായല്ലോ? ഇനി ശ്രദ്ധിച്ചേ, പതനരശ്മി, നോർമൽ, പ്രതിപതനരശ്മി, ഇത് 3 നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇത് 3 എങ്ങനെയാണ്? ഒരേ തലത്തിലാണ്. ശരിയല്ലേ? ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ആർ ഇൻ ദി സെയിം പ്ലെയിൻ. ഈ 2 പോയിൻറ്റുകൾ പ്രതിപതന നിയമത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ സയൻസ് ഡയറിയിൽ ഇത് രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇതാണ് പ്രതിപതന നിയമത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി ബേസിക്കായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിയമം ഇതാണ്. അപ്പോൾ പ്രതിപതന നിയമം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ പ്രതിപതനം 2 തലങ്ങളിലാണോ നടക്കുന്നതെങ്കിലോ? വ്യത്യസ്ത തലത്തിലുള്ള പ്രതലങ്ങളിലാണ് പ്രകാശരശ്മി വന്ന് പതിക്കുന്നതെങ്കിലോ? ഒന്ന് കണ്ടു നോക്കാം. ശ്രദ്ധിക്കൂ എല്ലാവരും. ഇതാ 1ാമത്തെ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചേ. ആ പ്രതലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രതലം മിനുമിനുസമാണ്. എന്ന് പറഞ്ഞാൽ പോളിഷ്ഡ് സർഫസ് ആണ് അല്ലേ? ആ പ്രതലത്തിലേക്ക് പ്രകാശരശ്മികൾ വരുന്നത് നോക്കിക്കേ. എങ്ങനെയാണ് പ്രകാശരശ്മികൾ വരുന്നത്? അതെ, പ്രകാശരശ്മികൾ സമാന്തരമായി പാരലലായി വന്ന് പതിക്കുന്നു. ഇനി അവിടെ നിന്ന് ആ പ്രകാശരശ്മികൾ പ്രതിപതിക്കുന്നത് നോക്കിക്കേ. എങ്ങനെയാണ്?
അത് ക്രമമായി തന്നെ പ്രതിപദിക്കുന്നു. അപ്പോൾ മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശരശ്മികൾ തട്ടുമ്പോൾ അത് ക്രമമായി അഥവാ റെഗുലറായി റിഫ്ലക്റ്റ് ചെയ്യും. ഈ റിഫ്ലക്ഷൻ ഒരു പേര് പറയും, റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും, ക്രമപ്രതിപതനമെന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചിത്രത്തിൽ കണ്ടതെന്താണ്? പതനരശ്മി പാരലായിട്ടാണ് വരുന്നത്, അത് മിനുസമുള്ള പ്രതലത്തിൽ തട്ടി തിരിച്ചു പോകുന്നതും പാരലായിട്ടാണ് അല്ലേ? രണ്ടും ക്രമമായി പ്രതിപദിക്കുന്നു, പതിക്കുന്നതും ക്രമമായി, പ്രതിപദിക്കുന്നതും ക്രമമായി. അങ്ങനല്ലേ മിനുസമുള്ള പ്രതലങ്ങളിൽ സംഭവിക്കുന്നത്. ഇനി നമുക്ക് പരുപരുത്ത പ്രതലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അതാണ്ട് അടുത്തൊരു പ്രതലം ശ്രദ്ധിക്കും എല്ലാവരും. എന്താണ് ഈ പ്രതലത്തിൻ്റെ പ്രത്യേകത? അതെ, ഈ പ്രതലം ഒട്ടും മിനുസമുള്ളതല്ല, മിനുസമല്ലാത്ത പ്രതലം, കയറിയും ഇറങ്ങിയൊക്കെ ഇരിക്കുന്ന പ്രതലം അല്ലേ? പരുപരുത്ത പ്രതലം എന്ന് പറയാം. അപ്പോൾ ഈ പരുപരുത്ത പ്രതലത്തിലേക്ക് പ്രകാശരശ്മികൾ വരുന്ന ശ്രദ്ധിക്കും എല്ലാവരും. എങ്ങനെയാണ്? പാരലായി തന്നെ അടുക്കും ചിട്ടയോടും ക്രമമായി വരുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് വന്ന് പ്രകാശരശ്മികൾ പ്രതിപദിക്കുന്നത് നോക്കിക്കേ. പാരലാണോ? ക്രമമാണോ? അല്ല അല്ലേ? അത് പല രീതിയിൽ പല സൈഡിലേക്ക് ഒട്ടും ക്രമമല്ലാതെ പോകുന്നു. ഇതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ നിന്ന് എന്തു മനസ്സിലായി? ഈ രണ്ട് വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശരശ്മികൾ തട്ടുമ്പോൾ ക്രമമായി അല്ലെങ്കിൽ പാരലായി പ്രതിപദിക്കുന്നു. എന്നാൽ മിനുസമല്ലാത്ത പ്രതലത്തിലാണ് പ്രകാശരശ്മികൾ പതിക്കുന്നതെങ്കിൽ അത് ക്രമമായിട്ടല്ല പ്രതിപദിക്കുന്നത്. അതിന് ഇറഗുലർ റിഫ്ലക്ഷൻ എന്നാണ് പറയുന്നത്, ക്രമമല്ലാത്ത. ഇത് നമ്മുടെ അന്തരീക്ഷത്തിൽ നടക്കുന്നുണ്ട്. സൂര്യപ്രകാശം സൂര്യനിൽ നിന്ന് വരുന്ന വഴിക്ക് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളിൽ തട്ടി ചിതറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരു പേരൂടെ പറയും, സ്കാറ്റേഡ് റിഫ്ലക്ഷൻ എന്ന് പറയും, വിസരിത പ്രതിപതനം. അത് നമ്മൾ അറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് പ്രതിപതനമാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക അല്ലേ? പക്ഷേ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം കൂടി പിടിയിട്ടു. നമ്മുടെ വീട്ടിൽ ദർപ്പണങ്ങളുണ്ട്, കണ്ണാടിയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അതൊക്കെ മിനുസമാണോ പരുപരുത്തതാണോ? തടവി നോക്കിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പം തന്നെ അറിയാമല്ലോ, അതെല്ലാം മിനുസമാണ് അല്ലേ? അപ്പോൾ ആ മിനുസമുള്ള പ്രതലത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇമേജ് ഫോം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്രമപ്രതിപതനമാണെങ്കിൽ അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ ആണെങ്കിൽ അവിടെ ഒരു ഇമേജ് ഫോർമേഷൻ നടക്കുന്നു എന്ന് മനസ്സിലായി, പ്രതിബിംബം രൂപീകരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ പുസ്തകത്തിലേക്ക് മുഖം ഒന്ന് നോക്കിയേ. മുഖത്തിൻ്റെ പ്രതിബിംബം പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ടോ? ആർക്കെങ്കിലും സൂക്ഷിച്ച് നോക്കിക്കേ. ഇല്ല അല്ലേ? എന്താ കാര്യം? അവിടെ നിങ്ങളുടെ പുസ്തകത്തിലെ പേജുകളൊന്നും തന്നെ മിനുമിനുസമല്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തൊരു പ്രതിപതനമായിരിക്കും നടക്കുക? പറഞ്ഞേ. ശരിയാണ്, ക്രമരഹിത പ്രതിപതനമായിരിക്കും നടക്കുന്നത്. ഇറഗുലർ റിഫ്ലക്ഷനാണ്, അവിടെ പ്രതിബിംബം രൂപപ്പെടുന്നില്ല. ഇത് ഇവർ തമ്മിലുള്ള പ്രതിപതനത്തിൻ്റെ ഒരു വ്യത്യാസമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ കണ്ണാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെയും നിങ്ങൾ ഉറക്കം എണീച്ച് കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ട്. എന്ത് കണ്ടു? നിങ്ങളുടെ പ്രതിബിംബം അവിടെ രൂപപ്പെടുന്നതായി കണ്ടു അല്ലേ? ആ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് മനസ്സിലാക്കുന്നതിനായി നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. ശ്രദ്ധിക്കൂ ഇവിടെ എല്ലാവരും. നമ്മൾ രണ്ട് മെഴുകുതിരി കത്തിച്ച് വെച്ചു. ഒന്ന് വലിയ മെഴുകുതിരിയും മറ്റൊന്ന് ചെറിയ മെഴുകുതിരി. ഈ രണ്ട് മെഴുകുതിരിയുടെയും പ്രതിബിംബം ഞാൻ ഈ ദർപ്പണത്തിൽ പതിപ്പിക്കുകയാണ്. എൻ്റെ കയ്യിലൊരു ദർപ്പണം ഇരിപ്പുണ്ട്. ഞാൻ ഈ ദർപ്പണത്തിൽ അതിൻ്റെ പ്രതിബിംബം രൂപീകരിക്കാൻ നോക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചേ. കാണാൻ കഴിയുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങളിവിടെ കണ്ട രണ്ട് മെഴുകുതിരിയുടെയും പ്രതിബിംബം നിരീക്ഷിച്ചേ. വലിയ മെഴുകുതിരി പ്രതിബിംബത്തിലും വലുത് തന്നെ അല്ലേ? ചെറുതോ? ചെറുത് വലുതായിട്ടെങ്ങാനും തോന്നുന്നു ആർക്കെങ്കിലും? ഇല്ല, ചെറുത് തന്നെ അല്ലേ? അപ്പോൾ വലിയ മെഴുകുതിരി വലുതായിട്ടും
ചെറിയ മെഴുകുതിരി ചെറുതായിട്ടും തോന്നി, സംശയമില്ലല്ലോ. ഇനി ഞാൻ ശ്രദ്ധിക്കൂ നിങ്ങൾ, ഞാനിത് ഇച്ചിരി ഒന്ന് അകത്തി നോക്കി, ദർപ്പണം അല്പം അകത്തി. അപ്പോൾ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് അകലുന്നുണ്ടോ? അകലുന്നുണ്ടല്ലേ. ഇനി ഞാൻ നോക്കിക്കേ, ദർപ്പണം മെഴുകുതിരിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു, കണ്ടോ? അപ്പോൾ മെഴുകുതിരി രൂപപ്പെട്ട പ്രതിബിംബം നോക്കിക്കേ, അതും അടുത്തേക്ക് വരുന്നുണ്ട്. ശരിയല്ലേ? എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ദർപ്പണവും മെഴുകുതിരിയും തമ്മിലുള്ള അകലവും എത്രയുണ്ടോ അത് തന്നെയായിരിക്കും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലം. മനസ്സിലായല്ലോ? ഈ മിററും ഇമേജും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അത്രയുമായിരിക്കും മിററും ഓബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? അല്ലേ, നിങ്ങൾ രാവിലെ നിങ്ങളുടെ കണ്ണാടിയിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ, രാവിലെ ഉറക്കമെണീറ്റ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രതിബിംബം എവിടെ കണ്ടു? ആ പ്രതിബിംബം നിങ്ങളെക്കാൾ വളരെ വലുതാണോ അതോ നിങ്ങളെക്കാൾ ചെറുതായിപ്പോയോ? എങ്ങനെയാണ് കണ്ടത്? നിങ്ങളുടെ അതേ വലിപ്പത്തിൽ കണ്ടു അല്ലേ. അപ്പോൾ പ്രതിബിംബം സെയിം സൈസ് ആണെന്ന് ഓർത്തിരിക്കണം. പ്ലെയിൻ മിററിൽ രൂപപ്പെടുന്ന പ്രതിബിംബം സെയിം സൈസാണ്, അതേ വലിപ്പമാണ് അല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ പ്രതിബിംബത്തെ കാണുമല്ലോ, നമ്മുടെ പ്രതിബിംബം കണ്ണാടിയിൽ രൂപപ്പെടത്തില്ലേ, നമ്മുടെ മുഖത്തിൻ്റെ പ്രതിബിംബം അതുപോലെ കാണത്തില്ലേ. അപ്പോൾ നമ്മുടെ മുഖം വളരെ വലുതാണോ അതോ ചെറുതാണോ? അല്ല, നമ്മുടെ അതേ വലിപ്പത്തിലായിരിക്കും വസ്തുവിൻ്റെ, അതായത് നമ്മുടെ മുഖത്തിൻ്റെ അതേ വലിപ്പത്തിലായിരിക്കും പ്രതിബിംബം രൂപപ്പെടുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അതായത് സെയിം സൈസിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു പ്രത്യേകത, നിങ്ങൾ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കണ്ട പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദർപ്പണത്തിനടുത്തേക്കും അകലേക്കും ഒന്ന് പോയി നോക്കിക്കേ. നിങ്ങൾ ദർപ്പണത്തിനടുത്തേക്ക് വരുമ്പോൾ പ്രതിബിംബവും അടുത്തേക്ക് വരും. എന്നാൽ നിങ്ങൾ സ്വല്പം ബാക്കിലോട്ട് പോയി നോക്കൂ, അപ്പോൾ പ്രതിബിംബവും അകലേക്ക് പോകുന്നതായി കാണാം. എന്ന് പറഞ്ഞാൽ ദർപ്പണവും വസ്തുവും തമ്മിലുള്ള അതേ അകലമായിരിക്കും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും. ഇത് രണ്ടും ഈക്വലായിരിക്കും, തുല്യമായിരിക്കും. അതാണ് രണ്ടാമത്തെ സവിശേഷത. ഇനി മൂന്നാമതൊരു സവിശേഷത കൂടിയുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒന്നായിരിക്കും. നിങ്ങൾ ദർപ്പണത്തിൻ്റെ മുന്നിൽ നിന്ന് കൈ ഇങ്ങനെ ഒന്ന് പൊക്കിക്കേ, കൈ ഇങ്ങനെ ഒന്ന് പൊക്കി കാണിച്ചേ. എന്ത് സംഭവിക്കും? ദർപ്പണത്തിൻ്റെ മുന്നിലാണ് നിന്ന് കൈ പൊക്കുന്നതെങ്കിൽ, നമ്മൾ വലത്തെ കൈയാണ് പൊക്കുന്നതെങ്കിൽ പ്രതിബിംബം ഇടത്തെ കൈ പൊക്കുന്നത് പോലെ അനുഭവപ്പെടും അല്ലേ. അത് മറ്റൊരു പ്രത്യേകതയാണ്. അതിന് പറയുന്നത് ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപരീയം എന്ന് പറയും. ഇത് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒന്നാണ്. മറ്റൊന്ന്, ഈ പ്രതിബിംബങ്ങളെ ഞാനിപ്പോൾ ഈ മിററിൽ മെഴുകുതിരിയുടെ പ്രതിബിംബം ഒക്കെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെ എനിക്കൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പ്രതിബിംബത്തെ വെർച്വൽ ഇമേജ് അഥവാ മിഥ്യാപ്രതിബിംബമെന്ന് പറയും. അപ്പോൾ നമ്മുടെ കണ്ണാടിയിൽ പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നത് അതിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ശ്രദ്ധിക്കൂ, നമ്മളിപ്പോൾ എത്ര പ്രത്യേകതകൾ പറഞ്ഞു? ശ്രദ്ധിക്കൂ, ഒന്നാമത് നമ്മൾ പറഞ്ഞെന്താണ്? പ്രതിബിംബം ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ അതേ സൈസിൽ രൂപപ്പെടുമെന്ന് പറഞ്ഞു. രണ്ടാമത്, ദർപ്പണവും ഇമേജും തമ്മിൽ എത്ര ദൂരമുണ്ടോ അത് തന്നെയായിരിക്കും ദർപ്പണവും ഓബ്ജക്റ്റും തമ്മിലുള്ള അകലമെന്ന് പറഞ്ഞു അല്ലേ. മൂന്നാമത് നമ്മൾ പറഞ്ഞു ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപരീയം എന്ന് പറയുന്ന മറ്റൊരു പ്രത്യേകതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നാലാമത് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ഈ സ്ക്രീനിൽ ഈ ദർപ്പണത്തിലെ പ്രതിബിംബത്തെ പതിപ്പിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് അതിന് പറയുന്നത് വെർച്വലാണെന്നാണ് പറഞ്ഞത്. ഇനി നമ്മളെപ്പോഴും ദർപ്പണത്തിൽ നമ്മുടെ പ്രതിബിംബം കാണുന്നത് നേരെയാണോ അതോ തല തിരിഞ്ഞാണോ? എങ്ങനെയാണ് കാണുന്നത്? നേരെയാണ് കാണുന്നത് അല്ലേ, നിവർന്നാണ് കാണുന്നത്, ഇറക്റ്റാണ്. അപ്പോൾ അഞ്ചാമത് അങ്ങനൊരു പ്രത്യേകത കൂടി ഏതിനുണ്ട്? നമ്മുടെ സമതല ദർപ്പണത്തിൽ അഥവാ പ്ലെയിൻ മിററിൽ രൂപപ്പെടുന്ന പ്രതിബിംബങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ 5 പ്രത്യേകതകൾ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഈ 5 എണ്ണവും നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതി ടീച്ചറിന് അയച്ചു കൊടുക്കാൻ മറക്കണ്ട അല്ലേ. അപ്പോൾ നമ്മൾ സമതല ദർപ്പണത്തിൻ്റെ പ്രതിബിംബ രൂപീകരണമാണ് ഇവിടെ മനസ്സിലാക്കിയത്, ഇമേജ് ഫോർമേഷൻ അല്ലേ.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫാൻസി കടകളിലോ അല്ലെങ്കിൽ ഡ്രസ്സിങ് റൂമുകളിൽ, നമ്മൾ തുണിക്കടകളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടുത്തെ ഡ്രസ്സിങ് റൂമിലേക്ക് കയറി ട്രയൽ റൂം എന്നൊക്കെ പറയും, അതിനകത്ത് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ജുവലറിയിൽ പോകാറുണ്ട്. ജുവലറിയിലൊക്കെ പോകുമ്പോൾ ധാരാളം പ്രതിബിംബം അവിടെ രൂപപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരാളായിട്ടായിരിക്കും ജുവലറി കയറി നിൽക്കുന്നത്, പക്ഷേ പല സൈഡിലും നമ്മുടെ പ്രതിബിംബം ഇങ്ങനെ രൂപപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് നമ്മുടെ പ്രതിബിംബം രൂപപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. എന്തായിരിക്കും അതിൻ്റെ ട്രിക്കെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് അതിന് പറയുക? ആവർത്തന പ്രതിപതനം എന്നാണ് പറയുക, അല്ലേ? ആവർത്തന പ്രതിപതനം മൂലം ധാരാളം ദർപ്പണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴായിരിക്കും അങ്ങനെ ഒരുപാട് പ്രതിബിംബങ്ങൾ നമുക്ക് ജുവലറിയിലും ഫാൻസി കടകളിലും അതുപോലെ തന്നെ തുണിക്കടകളിലെ ട്രയൽ റൂമിലുമൊക്കെ കാണാൻ കഴിയുക. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് ഒരു പരീക്ഷണത്തിലൂടെ നോക്കാം. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഈ പ്രതിബിംബം ആവർത്തിച്ച് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ പരീക്ഷണത്തിൽ നമ്മൾ നോക്കിയ ഒരു പൊട്രാക്ടറിൻ്റെ ഇമേജ് എടുത്തിട്ടുണ്ട്. ആ പൊട്രാക്ടറിൻ്റെ ഇമേജ് ഞാൻ മേശപ്പുറത്ത് വെച്ചു. ഇനി ഞാൻ നോക്കിയേ 2 ദർപ്പണങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ 2 ദർപ്പണങ്ങൾ അതിൻ്റെ അരികുകളൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ആ ദർപ്പണം ഞാൻ ഈ പൊട്രാക്ടറിലേക്ക് വെച്ചു. ഇപ്പോൾ 180 ഡിഗ്രിയിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ 180 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്. ഞാനൊരു മെഴുകുതിരി കൂടി പരീക്ഷണത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ മെഴുകുതിരി കത്തിക്കുന്നു. മെഴുകുതിരി കത്തിച്ച് ഈ പൊട്രാക്ടറിൻ്റെ പേജിൽ വെച്ചു. ശ്രദ്ധിക്കൂ എല്ലാവരും, ഞാൻ ഈ ദർപ്പണം ഒരു 180 ഡിഗ്രി കോണളവിൽ വെച്ചു. പൊട്രാക്ടറിൻ്റെ ഇമേജിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ 180 ഡിഗ്രി കോണളവിൽ വെച്ചു. ഓക്കെ, ഞാനിപ്പോൾ എന്താ ചെയ്തത്? ഞാൻ ഈ പൊട്രാക്ടറിൻ്റെ ഇമേജിലേക്ക് 180 ഡിഗ്രി കോണളവിൽ ഈ ദർപ്പണം വെച്ചു. അപ്പോൾ നിങ്ങൾ അതിലുണ്ടായ പ്രതിബിംബം ഒന്ന് നിരീക്ഷിച്ചേ. എത്ര പ്രതിബിംബമുണ്ട്? പറഞ്ഞോളൂ. ശരിയാണ്, ഒരു പ്രതിബിംബം രൂപപ്പെട്ടു, അല്ലേ? ഞാനിനി ഈ കോണളവൊന്ന് മാറ്റട്ടെ. ഈ ദർപ്പണങ്ങൾ വെച്ചിരിക്കുന്നത് ഞാനിനി 120 ഡിഗ്രിയിൽ വയ്ക്കുകയാണ്. എത്ര പ്രതിബിംബം കണ്ടു? എല്ലാവരും നിരീക്ഷിച്ചേ. ഒന്ന് അടുത്ത് നോക്കിയേ, എത്ര പ്രതിബിംബമുണ്ട്? 2 പ്രതിബിംബം, അല്ലേ? ശരിയാണ്, 2 പ്രതിബിംബം രൂപപ്പെട്ടു. ഇനി ഞാൻ 90 ഡിഗ്രിയിൽ കൊണ്ടുവയ്ക്കുകയാണ്. ശ്രദ്ധിച്ചോളൂ എല്ലാവരും, 90 ഡിഗ്രിയിൽ. ഡിഗ്രിയിൽ ഞാൻ ഈ 2 ദർപ്പണങ്ങൾ കൊണ്ടുവച്ചപ്പോൾ എത്ര പ്രതിബിംബം നിരീക്ഷിക്കുന്നു? എല്ലാവരും ഒന്ന് പറഞ്ഞേ, എത്ര പ്രതിബിംബം കാണാം? അതെ, 3 പ്രതിബിംബം കാണാം. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവുകൾ ക്രമീകരിക്കുമ്പോൾ പ്രതിബിംബത്തിൻ്റെ എണ്ണം വ്യത്യാസപ്പെടുന്നത് നിങ്ങൾ കണ്ടു, അല്ലേ? ആദ്യം ഞാൻ വെച്ചത് 180-ൽ 1 പ്രതിബിംബം, അടുത്തത് 120-ൽ 2 പ്രതിബിംബം, 90 ഡിഗ്രി വെച്ചപ്പോൾ 3 പ്രതിബിംബം രൂപപ്പെട്ടു. ഇതിൽ നിന്ന് പ്രതിബിംബങ്ങളുടെ എണ്ണം കോണളവ് കുറഞ്ഞു വരുമ്പോൾ കൂടി വരുന്നതായി കണ്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ നിന്നൊരു സമവാക്യം രൂപീകരിച്ചാലോ പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ? അതെ, നിങ്ങളുടെ മനസ്സിലേക്കൊരു സമവാക്യം വരുന്നില്ലേ? അപ്പോൾ n എന്ന് പറഞ്ഞാൽ പ്രതിബിംബങ്ങളുടെ എണ്ണം സമം മൊത്തം എത്ര കോണളവാണുള്ളതെന്ന് അറിയാം നിങ്ങൾക്ക്. 360/θ. എന്താണ് തീറ്റ? നമ്മൾ വെച്ച ക്രമീകരിച്ച കോണളവാണ് തീറ്റ. -1. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിയേ. n സമം 360/θ -1 എന്നല്ലേ? 360/θ -1 എന്ന് ചെയ്യുമ്പോൾ
നമുക്ക് ഈ സമവാക്യം ചെയ്യുമ്പോൾ നമുക്ക് എത്ര പ്രതിബിംബങ്ങൾ രൂപീകരിക്കുന്നു എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഫാൻസി കടകളിലും ജ്വല്ലറികളിലും ഒക്കെ പ്രതിബിംബം ഇങ്ങനെ ആവർത്തിച്ച് കാണിക്കുന്നതെന്ന് മനസ്സിലായോ? അവിടെ ധാരാളം ദർപ്പണങ്ങൾ ഉപയോഗിച്ച് ദർപ്പണങ്ങളെ വിവിധ കോണളവുകൾ ക്രമീകരിച്ച് പ്രതിബിംബങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂട്ടി കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കണം. നമുക്കിന്നൊരു അസൈൻമെൻറ്റിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കണ്ട പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അസൈൻമെൻറ്റ്. ഇവിടെ ദർപ്പണങ്ങൾ 30 ഡിഗ്രിയിലാണ് ക്രമീകരിക്കുന്നതെങ്കിൽ എത്ര പ്രതിബിംബങ്ങൾ രൂപപ്പെടും? നമ്പർ ഓഫ് ഇമേജസ് എത്ര ആണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഒപ്പം ഒരു ചോദ്യം കൂടി, 5 പ്രതിബിംബങ്ങൾ രൂപപ്പെട്ടെന്ന് വിചാരിക്കുക ദർപ്പണങ്ങൾ ക്രമീകരിച്ചപ്പോൾ. അങ്ങനെയാണെങ്കിൽ എത്ര കോണളവിലാണ് ഈ ദർപ്പണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? ചോദ്യം മനസ്സിലായല്ലോ എല്ലാവർക്കും? എല്ലാവരും ഇതിൻ്റെ ഉത്തരം എഴുതി വയ്ക്കുക. ഇന്ന് പഠിച്ചതൊക്കെ സയൻസ് ഡയറിയിൽ കുറിച്ച് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇന്ന് സമതല ദർപ്പണമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ മറ്റ് ചില ദർപ്പണങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.